ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴുത്ത പഴവും അതുപോലെ ബ്രെഡും ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണയായിട്ട് നമ്മൾ പഴം കുറച്ച് പഴുത്തു പോയാൽ അത് ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ ഇനി കളയാൻ നിൽക്കണ്ട, അതിൻ്റെ കൂടെ ബ്രെഡും കൂടി ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ബനാന കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ 3 സ്ലൈസ് ബ്രെഡ്, 3 എഗ്ഗ്, പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ ഷുഗർ വേണം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗീ വേണം, പിന്നെ അല്പം കാഷ്യൂ നട്ട്സ് വേണം. ഇനി നമുക്ക് ഈ ബ്രെഡും പഴവും അതുപോലെ എഗ്ഗും ഷുഗറും ഒക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ബ്രെഡും പഴവും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ പഴവും ഷുഗറും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം എഗ്ഗ് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പഴത്തിന് 1 എഗ്ഗ് എന്നാണ് കണക്ക്. അതുപോലെ ബ്രെഡും അതുപോലെ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഈ ബനാന ബ്രെഡ് മിക്സ് ഇവിടെ നന്നായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യണം. ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാൻ ഗീയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന മിക്സ് ചേർത്ത് കൊടുക്കണം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം വെരി ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അടിയിൽ വേറെ പാത്രമൊന്നും വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോ ഫ്ലെയിമിലാക്കി വെച്ചാലും മതിയാവും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം പകുതി ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ റൈസൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വെറും കാഷ്യൂ നട്ട്സ് മാത്രമാണ് ചേർക്കുന്നത്. ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തെ കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു വശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഈ ബനാന കേക്കിൻ്റെ അടിവശമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും മുകൾ വശം ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പഴമൊക്കെ അധികം പഴുത്തു പോയാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ മടിയായിരിക്കും. അപ്പം നമ്മളത് കളയാണ് ചെയ്യാറുള്ളത്. ഇനി ഇതുപോലെയുള്ള സ്നാക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. തീർച്ചയായും കുട്ടികൾ കഴിച്ചോളും.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും